എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 9ാമത്തെ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് ഒക്ടോബർ 14-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ ഒക്ടോബർ 16-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ അലോട്ട്മെന്റ്സിലെ ഒരു കോളേജിൽ അലോട്ടഡ് ആയവർ, അതായത് കോളേജിൽ ജോയിൻ ചെയ്തവർ ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ അലോട്ട്മെന്റിൽ നേരത്തെ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കോളേജിൽ ജോയിൻ ചെയ്തവർ ഈ അലോട്ട്മെന്റിൽ പോകാൻ, അതായത് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോളേജിൽ നിന്നും NOC വാങ്ങിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ NRI അലോട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞതാണ്, എന്നാലും വീണ്ടും പറയാണ്. NRI കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയവർ അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ ഡോക്യുമെന്റ്സും പിന്നെ ഫീസും ഒക്കെ കൊണ്ട് ഒക്ടോബർ 16-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീ നേരത്തെ അടയ്ക്കാത്തവർ എന്ത് ചെയ്യുക, ടോക്കൺ ഫീ അടയ്ക്കുക. കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് പിന്നീടുള്ള ഫർദർ അലോട്ട്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് NRI കോട്ട അലോട്ട്മെന്റിൽ ഉള്ളവർക്കാണ് ഈ കാര്യങ്ങൾ ബാധകമായിട്ടുള്ളത്. അവരുടെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ. BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് വേക്കൻറ്റ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ കോളേജസിൽ എത്രയൊക്കെ സീറ്റ്സാണ് വേക്കൻ്റ് ആയിട്ടുള്ളതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഓരോ കോളേജസും സെലക്ട് ചെയ്ത് നോക്കിയാണ് എല്ലാം മിക്കവാറും മെജോറിറ്റി എല്ലാ കോളേജസിലും സീറ്റ്സ് ഒക്കെ ഫിൽ ആയിട്ടുണ്ട്. പിന്നെ ചില കോളേജസിൽ മാത്രം 1, 2, 3, 4 സീറ്റ്സ് ഒക്കെ ഇപ്പോഴും വേക്കൻ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ കാണുന്ന കോളേജസ് എല്ലാ സീറ്റ്സ് ഒക്കെ ഫിൽ ആയിട്ടുള്ളതാണ്. ഇപ്പം അടുത്ത BSc ഒപ്റ്റോമെട്രി കോഴ്സ് എടുത്തു, അതിൻ്റെ കോളേജസ് ഫിൽ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ കോഴ്സും നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ കോളേജസിൽ വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ടോ, അതോ സീറ്റ് എല്ലാം ഫില്ലായോ എന്ന് നോക്കി എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് ഓപ്ഷൻ കൊടുക്കുക. മിക്കവാറും ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഇത് കഴിഞ്ഞ് അടുത്ത അലോട്ട്മെൻറ്റ് കാണാൻ സാധ്യത കുറവാണ്. കാരണം വേക്കൻറ്റ് സീറ്റ്സ് ഒക്കെ കുറവാണ്. 1, 2, 3, 4 സീറ്റ്സ് ഒക്കെ ഉള്ളൂ. ചില കോളേജസിലൊക്കെ മെജോറിറ്റി എല്ലാ കോളേജസിലും സീറ്റ്സ് ഒക്കെ ഫിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കോളേജിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ അലോട്ട്മെന്റ് കിട്ടുന്നവർ ആ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യണം. ഇനി ഒരു പക്ഷേ സീറ്റ്സ് വളരെ കുറവാണ്. ചിലപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം സീറ്റ്സ് ഒക്കെ ഫിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും സീറ്റൊക്കെ ഫിൽ ആയിട്ടുണ്ട് എന്ന്. സോ ഇനി എത്ര അലോട്ട്മെന്റ്സ് കാണുമെന്നൊന്നും ഒരു പ്രതീക്ഷയുമില്ല. അടുത്ത അലോട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. സോ സീറ്റ് അലോട്ടഡ് ആയവർ ജോയിൻ ചെയ്യുക. LBSന്റെ 2025 BSc നഴ്സിംഗിൻ്റെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ ഏകദേശം പൂർത്തി ആയിട്ടുണ്ട്. സീറ്റ് വേക്കൻസി ഒക്കെ വളരെ കുറവാണ്. ഇനി എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.